എൻ്റെ സഹോദരങ്ങളെ, ഇതേ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഇതേ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 4:10. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞാൻ ആ വാക്യത്തെ ഒന്ന് തിരിച്ചു വായിക്കുകയാണ്. യേശുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ്റെ ജീവനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. യേശുവിൻ്റെ മരണം ഞങ്ങൾ വഹിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശുവിൻ്റെ ജീവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി. എന്താണ് ഈ യേശുവിൻ്റെ മരണം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ വരികയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. വീണ്ടും 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഉപദ്രവം അനുഭവിക്കുന്നു, വീണ് കിടക്കുന്നു. എന്നാൽ ഈ അനുഭവങ്ങൾ, കഷ്ടതകളെയൊക്കെ പറഞ്ഞിട്ട് പറയാ ഇത് ക്രിസ്തുവിൻ്റെ മരണമാണ്. പക്ഷേ ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, വേദനപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അയ്യോ, ഇത് ഞങ്ങളുടെ വിധിയായതുകൊണ്ടല്ല, ഇത് ഞങ്ങളുടെ ഗതികേടായതുകൊണ്ടല്ല. ഞങ്ങൾ അവൻ്റെ മരണം വഹിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ എന്ത് വെളിപ്പെടോ? അവൻ്റെ ജീവൻ വെളിപ്പെടും. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ അടുക്കൽ ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ മരണം നിങ്ങളുടെ ശരീരത്തിലില്ലേ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരാ ഇതിനകത്തുള്ളത്? കർത്താവിന് വേണ്ടി നിന്ന ഏറ്റിട്ടില്ലേ? കർത്താവിന് വേണ്ടി അപമാനം ഏറ്റിട്ടില്ലേ? കർത്താവ് മുഖാന്തരം, ഈ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചത് മുഖാന്തരം, ഈ പെന്തക്കോസ്ത് മുഖാന്തരം നീ ഒറ്റപ്പെട്ടിട്ടില്ലേ? ഈ പെന്തക്കോസ്ത് മുഖാന്തരം നീ സങ്കടപ്പെട്ടിട്ടില്ലേ? നിനക്ക് നൽകിയ ശുശ്രൂഷ നിമിത്തം നീ ഇരുന്ന് ഏങ്ങി കരഞ്ഞിട്ടില്ലേ? നീ കർത്താവിനെ അനുഗമിച്ചത് മുഖാന്തരം, ആമേൻ, ഒറ്റപ്പെടലിൻ്റെ രാത്രികളിൽ നീ ചങ്കുമുട്ടി നീറിയിട്ടില്ലേ? ഈ ശുശ്രൂഷയിലെ ആക്രമണം നിമിത്തം, ഈ ആത്മീയ ജീവിതത്തിൻ്റെ പോർമണ്ഡലങ്ങളിൽ കിടന്ന് നീ അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ടിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആമേൻ, എന്തിനാ അതൊക്കെ ചുരുണ്ടത്? എന്തിനാ ഈ മരണം ഇത്രയും വഹിച്ചത്? എന്തിനാ ഈ കഷ്ടം ഇത്രയും വഹിച്ചത്? തിരികെ പറ. അവന്റെ ജീവനെ വെളിപ്പെടുത്തേണ്ടതിന്, അവന്റെ ജീവനെ വെളിപ്പെടുത്തേണ്ടതിന്. അരിമത്യയിലെ യോസഫിന്റെ കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ശവം മാത്രമല്ല കൊണ്ടുവച്ചത്, പകരം അവന്റെ ശവത്തെ ജീവിപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയും കൂടെ വെളിപ്പെട്ടു. ഞാനതിനെ ഇങ്ങനെ പറയാം, യേശു അരിമത്യയിലെ യോസഫിന്റെ കല്ലറ 3 രാവും 3 പകലും യേശുവിന്റെ ശവം വഹിച്ചു. ഞാൻ പറയട്ടെ, അരിമത്യയിലെ യോസഫിന്റെ കല്ലറ 3 ദിനരാത്രങ്ങൾ ശവം വഹിച്ചു. പക്ഷേ 2000 വർഷമായിട്ട് ഇപ്പൊ എന്തുവാ വെളിപ്പെടുത്തുന്നതെന്ന് അറിയാമോ? ജീവൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടത നൊടിനേരത്തേക്കാണെങ്കിൽ തേജസ് അത്യന്തമാണ്, അനവധിയാണ്, നിത്യമാണ്, ഘനമേറിയതാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിമ്പിൽ, ഞാൻ വഹിച്ച മരണത്തിന്റെ പിമ്പിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് എന്റെ ശരീരത്തിൽ കൂടെ റിസറക്ഷൻ പവർ, പുനരുദ്ധാനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ അത്ഭുത അധികാരം അത് വെളിപ്പെടുത്തണം. അതുകൊണ്ടാണ് പൗലോസ് ലേഖനത്തിൽ പറഞ്ഞത്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കണമെന്നാണോ പറഞ്ഞല്ല, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് 10-ാം വാക്യത്തിൽ അങ്ങനെ, എന്നിട്ട് അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതിന്റെ 11-ാം വാക്യം, ഞങ്ങളുടെ മർത്യയ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ. മതി 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 മതി. ആമേൻ. നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാൻ ഇന്ന് ചോദിക്കുക, ഇടി വച്ച നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അതിനുള്ള മറുപടി ഒറ്റ ഇതാ, ഞങ്ങളുടെ മർത്യയ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. എന്തോ പരിപാടിയാ നോക്കി. ഞാൻ ജീവിച്ചിരിക്കുന്നതേ അമ്മേ തൂങ്ങിച്ചാകാൻ കയറ് കിട്ടാഞ്ഞോണ്ടല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തെങ്കിലും ആരെങ്കിലും കരുണ കാണിക്കുമെന്ന് പറഞ്ഞല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ ശരീരത്തിനകത്ത് അവന്റെ ജീവൻ
ജീവൻ വെളിപ്പെടുക. അപ്പൊ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്താൻ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ രാത്രി നീ തിരിച്ചറിയണം, ആരാണ്ട് പ്രാഗിയ പ്രാക്കുമത്രം തീർക്കാനല്ല നീ ജീവിച്ചിരിക്കുന്നത്. കഷ്ടത മുഴുവനും കുടിച്ചു തീർക്കാനല്ല നീ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, മലയാളത്തിൽ എന്റെ മർത്യ ശരീരത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മാനിഫെസ്റ്റ് ഇൻ അവർ മോർട്ടൽ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്റെ ഈ മാംസത്തിൽ മുഴുവനും എന്തോ വെളിപ്പെടണോ. ആമേൻ. ഈ മരിച്ചു പോകുന്ന എന്റെ ശരീരം എന്നല്ല പറഞ്ഞത്, എന്റെ ഈ മാംസ കഷണത്തിൽ പോലും എന്തോ വെളിപ്പെടണോ. യേശുവിന്റെ ജീവൻ വെളിപ്പെടണോ. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ ജീവൻ നമ്മളുടെ വെറും മാംസത്തിൽ കൂടെ ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. യേശുവിന്റെ എന്റെ സഹോദരങ്ങളെ, ആമേൻ, കോവിഡ് എന്ന വൈറസ് കടന്നു വന്നപ്പോൾ കോവിഡ് നമ്മുടെ തുപ്പലിൽ കൂടെ പോലും ആമേൻ വെളിപ്പെടുമെന്നാ പറഞ്ഞത്. നമ്മുടെ സ്തോത്രം, കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ രക്തം എടുത്ത് പരിശോധിച്ചോ? ഇല്ല. കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ആമേൻ എന്തുവാ നോക്കിയത്? നമ്മുടെ മൂക്കിനകത്ത് ആമേൻ ഒരു ചെറിയ സാധനം കെട്ടിയിട്ട് നമ്മുടെ മൂക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ദ്രാവകം ഒന്ന് എടുത്തു നോക്കിയാൽ ആ ശരീരത്തിൽ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. കണ്ടോ? ഒരു വൈറസിന് നമ്മുടെ തുപ്പലിൽ പോലും വെളിപ്പെടാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ശക്തിക്ക് എവിടെയൊക്കെ വെളിപ്പെടാൻ കഴിയുമോ? പത്രോസും പൗലോസും ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ നിഴല് തട്ടി അവർക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ ആ നിഴലിനകത്ത് വ്യാപരിച്ചത് എന്തായിരുന്നു? നിഴലിനകത്ത് വെളിപ്പെട്ടത് എന്തായിരുന്നു? ദൈവത്തിന്റെ ജീവനായിരുന്നു. പൗലോസ് ഇങ്ങനെ മുഖം തുടച്ചിട്ടൊരു തൂവാല അവരോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആമേൻ, ആ തൂവാല ഒരു രോഗിയുടെ മുകളിൽ ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ തൂവാലയ്ക്കകത്ത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുമായിരുന്നു. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, നിന്റെ നിഴലിലോ നിന്റെ ഉത്തരീയത്തിലും നിന്റെ റോമാവിലോ നിന്റെ കിടക്കയിലും ദൈവശക്തി വ്യാപരിപ്പിക്കാൻ കഴിയും. എലീശ എന്നൊരു പ്രവാചകൻ, ആ പ്രവാചകൻ മരിച്ചു മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇപ്പൊ കല്ലറ തുറന്നപ്പോ അസ്ഥികൂടം മാത്രം കിടപ്പുണ്ട്. സ്ലാബേൽ എഴുതി വെച്ചിരുന്നതുകൊണ്ട് അറിയാം ഇത് എലീശയുടേതാണെന്ന്. പക്ഷേ ആ ശവം നിലത്ത് വീണപ്പോൾ അസ്ഥികൂടത്തിനകത്തുനിന്ന് അവൻ കല്ലറയ്ക്കകത്ത് കിടന്ന അസ്ഥികൂടത്തിനകത്തുനിന്ന് എന്തോ സംഭവിച്ചെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ടു. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ച ദൈവത്തിന്റെ പൈതല്, നീ ആരാണെന്ന് തിരിച്ചറിയണം. നിന്റെ മാംസ, നിന്റെ അസ്ഥി, നിന്റെ ശരീരം അത് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുത്തും. You can manifest the power, you can manifest the authority, you can manifest the life of Jesus. Jesus, I am living to manifest his life. Jesus. എന്റെ സഹോദരങ്ങളെ, ഗലാത്യലേഖന 2-ാം അധ്യായം, ഗലാത്യലേഖന 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഞാൻ പറയുന്ന ഭാഗങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു വരണം കേട്ടോ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, എല്ലാവരും എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഞാൻ നിൽക്കട്ടെ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈവക്കുക. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ആമേൻ, ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ആമേൻ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ഒരിക്കൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി പ്രസംഗിക്കണം, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കണം. ഇപ്പൊ അങ്ങനെ ആഗ്രഹമില്ല. ഉള്ള കാര്യം പറയാലോ, ഇപ്പൊ അങ്ങനെ ആഗ്രഹമില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഒരിക്കൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പം വാസ്തവം പറഞ്ഞ ആഗ്രഹം പോയെന്ന്. കാരണം 2-ാം അധ്യായം 19-ാം വാക്യം, ആമേൻ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. പക്ഷെ 20-ാം വാക്യത്തിൽ പറയുക, എനിക്കിപ്പോ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ അവന് വേണ്ടി ജീവിക്കുകയല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച കാലം കഴിഞ്ഞു.
ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടെന്ന്, പകരം ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കാമെന്ന്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒന്നും പ്രസംഗിക്കേണ്ടെന്ന്, പകരം ക്രിസ്തു എൻ്റെ അകത്ത് കയറി നിന്ന് സംസാരിക്കാമെന്ന്. ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് ഒത്തിരി ഒന്നും പറയണ്ടെന്ന്, പകരം ദൈവരാജ്യത്തിന്റെ ശക്തി ദൈവം എന്നിൽ കൂടെ വെളിപ്പെടുത്താമെന്ന്. എന്ന് രാത്രി ഞാൻ പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള പരിപാടി നിർത്ത്, പകരം ദൈവം നിന്നെ അകത്ത് ജീവിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. കൊച്ചുനാളിലൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ഒത്തിരി ആഗ്രഹമാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണം. പക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെയാണ് വാസ്തവത്തിൽ നമ്മുടെ മിനിസ്ട്രി ഓപ്പൺ ആകുന്നത്. അവിടെയാണ് ദൈവം നമ്മളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ദൈവത്തിന് വേണ്ടി ഇന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കും, അപ്പായെ എന്നെ ഒന്ന് ഉപയോഗിക്കണേ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, എനിക്കിപ്പം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹമില്ല, പകരം ദൈവം എന്നെ എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പായെ അങ്ങേക്ക് എന്തെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെന്നെ കൊണ്ട് ചെയ്യണം. ഒന്നിനും ഒതകത്തില്ലെന്നറിയാം, പക്ഷേ അപ്പായെ ശിംശോന്റെ കയ്യിൽ ഒരു പച്ചത്താടിയല്ലേ കിട്ടിയ, അവൻ അതിനെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ നിന്റെ കയ്യിൽ ഒന്നിനും ഒതകാത്ത എന്നെ കിട്ടിയാൽ അങ്ങേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയത്തില്ലേ? അങ്ങേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയത്തില്ലേ? ശുശ്രൂഷ എന്നുള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ല, പകരം ദൈവം നമ്മിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ്. ആമേൻ. നമ്മൾ ചില അഭിഷിക്തന്മാരെയൊക്കെ പറയത്തില്ലേ, കർത്താവ് പുള്ളിയെടുത്ത് നന്നായിട്ട് ഉപയോഗിച്ചതാ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ തലം മാറാം. ഗലാത്യർ 2:19 അദ്ദേഹം പറയാ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. പക്ഷെ 2:20 പറയാ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇന്ന് രാത്രി എന്നോട് ചേർന്നെന്ന് പറയാമോ, ഞാൻ ദൈവത്തിനായി ജീവിക്കുകയല്ല, ദൈവം എന്നിൽ കൂടെ ജീവിക്കുകയാണ്. ഞാൻ ദൈവത്തിനായി ജീവിക്കുകയല്ല, ദൈവം എന്നിൽ കൂടെ ജീവിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ വീട് ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയല്ല, ദൈവം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി നിന്ന് തൻ്റെ വേല ചെയ്യണം. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവം നമ്മളിൽ കൂടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം നമ്മളിൽ കൂടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, ഈ മർമ്മത്തിന്റെ മഹിമാതനം ഇന്നതെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് തന്നെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവ് എവിടെയായിരിക്കുന്നത്? കർത്താവ് എവിടെയായിരിക്കുന്നത്? ഒറ്റ വാക്കി ചോദിക്കുക, നിങ്ങളുടെ ദൈവം എവിടെയായിരിക്കുന്നത്? അമ്മേ, നമ്മൾ പെട്ടെന്ന് പറയാം, എന്താണെന്ന് അറിയാമോ? അവൻ ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നു. സകലവും നിർവഹിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു എന്നതിനാൽ അവൻ സകലവും നിവർത്തിച്ചു എന്ന് വരുന്നില്ലയോ? അത് പ്രസംഗിക്കാനുള്ള, പക്ഷെ രഹസ്യം, ആമേൻ, സീക്രട്ട്, മർമ്മം പൗലോസ് പറയുകയാണ്. ആ മർമ്മം, ആ രഹസ്യം ഞാൻ പറയാ, കർത്താവ് സ്വർഗത്തിലുണ്ടെന്ന് നീ പറയരുത്. ഒരു രഹസ്യം പറയാ, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിപ്പുണ്ടെന്നുള്ളതാ. ആമേൻ. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം. ആമേൻ. മിസ്റ്ററി, ഒരു സീക്രട്ട്. പൗലോസ് പറയുകയാണ്, ഞാനൊരു രഹസ്യം പറയാ. എല്ലാരും ചിന്തിക്കുക യേശു സ്വർഗത്തിലിരിക്കുക, ഇവിടെങ്ങും പുള്ളിയില്ല എന്ന്. പക്ഷെ ഞാനൊരു രഹസ്യം പറയാ. ആ രഹസ്യം എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? യേശു എന്റെ അകത്തുണ്ട്,
യേശു എൻ്റെ അകത്തുണ്ട്. അവൻ യേശു എൻ്റെ അകത്തുണ്ട്. യേശു എൻ്റെ അകത്തുണ്ടെങ്കിൽ സ്തോത്രം, ഞാൻ ആരാണ്? ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരാം. അവൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അവൻ അതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 തുടങ്ങിയ വാക്യങ്ങൾ അവൻ വളരെ വളരെ മനോഹരമായിരിക്കുന്ന ഭാഗമാണ്. പക്ഷെ പെട്ടെന്ന് അവൻ നമ്മൾ ഈ സാധാരണമായി കേൾക്കുന്നത് പോലെ ഇത് കേട്ടുപോകാൻ കഴിയത്തില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ, അപ്പൊ നിങ്ങളൊരു അമ്പലം പണിയുകയാ, നിങ്ങളൊരു ആലയം പണിയുകയാ, ദൈവത്തിന് വേണ്ടി നിങ്ങളൊരു ആലയം പണിയുക. അങ്ങനെ നിങ്ങൾ പണിയുന്നുവെങ്കിൽ എന്തോ വെളിപ്പെട്ട് വരും. എന്തോ വെളിപ്പെട്ട് വരും. നിങ്ങൾ പൊന്നുകൊണ്ടൊരാലയം പണിതു, നിങ്ങൾ വെള്ളി കൊണ്ടൊരാലയം പണിതു, നിങ്ങൾ വിലയേറിയ കല്ലുകൊണ്ടൊരാലയം പണിതു, എന്തോ വെളിപ്പെട്ട് വരും. ആ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തോ വെളിപ്പെട്ട് വരും. നിങ്ങൾ പണിയുന്ന പണിക്കകത്ത് എന്തോ വെളിപ്പെട്ട് വരും. ആരോ ഉറക്കെ പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് എന്തോ വെളിപ്പെട്ട് വരും. എന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എന്നിട്ട് പറയുകയാണ് അവൻ അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതിന്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ഒരു പണി പെടുന്ന നിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും, നിന്റെ പരമാർത്ഥതയും നീതിയും വിശുദ്ധിയും ഒക്കെ വെളിപ്പെട്ട് വരും. പക്ഷേ തീയോടെ ശോധന ചെയ്യുന്ന ഒരു ദിവസം അതിന്റെ പുറകിലുണ്ട്. ഇനി 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞേ, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ആ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു പരീക്ഷ വരും. ആ പരീക്ഷയിൽ ഞാൻ നിലനിന്നാൽ എനിക്ക് എന്തോ കിട്ടും? പ്രതിഫലം കിട്ടും. ഇത് 1-ാമത്തെ ടെമ്പിളാണ്, 1-ാമത്തെ ആലയം, നമ്മുടെ ശുശ്രൂഷ. പക്ഷേ അടുത്ത വാക്യത്തിൽ പൗലോസ് റൂട്ട് അങ്ങ് തിരിക്കുക. അടുത്ത വാക്യത്തിൽ അതിന്റെ 16-ാം വാക്യത്തിൽ, ഇനി 15-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് നഷ്ടം വരും. അവൻ ഒരുവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് നഷ്ടം വരും. ഞാനൊരു മിനിസ്ട്രി കെട്ടിപ്പൊക്കി ഉണ്ടാക്കി, തീക്കകത്ത് അത് വെന്തുപോയാൽ ആർക്ക് നഷ്ടം വന്നു? എനിക്ക് നഷ്ടം വന്നു. പക്ഷെ എനിക്ക് നഷ്ടം വന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു, തീയിൽ കൂടി എന്ന പോലെ. അപ്പം 12 തുടങ്ങി 15 വരെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. അതിന് പൊന്നോ, വെള്ളിയോ, വിലയേറിയ കല്ലോ, വൈക്കോലോ, പുല്ലോ, മരമോ എന്തും ഉപയോഗിച്ച് നമ്മളൊരു ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷയ്ക്കെതിരെ ഒരു അഗ്നിശോധന വന്നു. ആമേൻ. അതിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്തെങ്കിൽ ആമേൻ, അത് നമുക്ക് കൊള്ളാം. ഇല്ല, അത് പോയെങ്കിൽ നമുക്ക് നഷ്ടം വന്നു. പക്ഷേ മിനിസ്ട്രി പോയാലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നിന്നെ ദൈവം എന്ത് ചെയ്യും? ആമേൻ, സ്വർഗത്തിലെത്തിക്കും, നീ രക്ഷിക്കപ്പെടും. ഇത് ശുശ്രൂഷയുടെ ഒരു മിനിസ്റ്റർ, ഒരു ഭാഗം. പക്ഷെ 16-ാം വാക്യം എന്താ പറയുന്നത് അറിയാവോ? ഞാൻ പറഞ്ഞത് വേറെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ വിലയേറിയ കല്ലുകൊണ്ടോ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ പണിയപ്പെട്ടവരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പള്ളി പണിയണ്ട, പകരം നിങ്ങൾ തന്നെ എന്താണ്? ദൈവത്തിന്റെ മന്ദിരമെന്നോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഇനി 17-ാം വാക്യത്തിൽ അവൻ മുമ്പേ 15-ാം വാക്യത്തിൽ പറഞ്ഞു, ബന്ധുപോയാൽ ആർക്ക് ഛേദം? നിനക്ക് ഛേദം. പക്ഷെ 17-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? 17-ാം വാക്യത്തിൽ എന്റെ മന്ദിരം നശിപ്പിക്കാൻ ഒരുത്തം വന്ന, ഛേദം വന്നെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തിരിക്കത്തില്ല, നശിപ്പിക്കാൻ വരുന്നവനെ ഞാൻ നശിപ്പിക്കാം. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമായിരിക്കുന്നത് പോലെ നീ വിശുദ്ധമായിരുന്നാൽ മതി. ഞാൻ നിനക്ക് വേണ്ടി, നിനക്ക് നാശം വരും, ഛേദം വരുമെന്നല്ല, നിന്നെ നശിപ്പിക്കാൻ വരുന്നവന് ഞാൻ നശിപ്പിക്കാം. ഞാൻ ഇനിയും ചോദിക്കുക, നിനക്ക് അമ്പലം പണിയണോ അതോ നീ ഒരു അമ്പലമായിരിക്കണോ? നിനക്ക് മന്ദിരം പണിയണോ? നിനക്കൊരു മന്ദിരമായിരിക്കണോ? ആമേൻ. നീ ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം. നീ ഒരു മന്ദിരം പണിയുകയല്ല, നീ ഒരു ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം. ഞാൻ ചോദിക്കുന്നു, മറുവക്കാട് ദൈവസഭ ഏതാ? മറുവക്കാട് ദൈവസഭ ഏതാ? ഈ ബിൽഡിംഗ് ആണോ? ഇതാണോ മറുവക്കാട് ദൈവസഭ? അല്ല. മറുവക്കാട് ദൈവസഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വിലക്കെടുത്ത് ഇതിനകത്തിരിക്കുന്ന ആത്മാക്കളുടെ സമൂഹത്തിന്റെ പേരാണ് മറുവക്കാട്ട് ദൈവസഭ. ജീസസ്
ഇതിനെ തൊട്ടാൽ തൊടുന്നവനെ ദൈവം തൊടും. ആമേൻ.
പകരം ദൈവം നമ്മളിൽ കൂടെ ജീവിക്കട്ടെ. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്താൽ എന്തോ ചെയ്യാൻ പറ്റും? ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെയൊക്കെ ചെമ്മീൻ കെട്ടുകളിൽ ഏറ്റവും വലിയ ചെമ്മീൻ വളരുന്നത് ഏത് കെട്ടുകളിലാണ്? ഈ വലിയ അബാദും ചോയ്സും ഒക്കെ വന്ന് ചില കെട്ടുകളെ അവരെന്ത് ചെയ്യും? അവരങ്ങനെ അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് ചെമ്മീൻ കുഞ്ഞുങ്ങളെ ആരാ കൊടുക്കുന്നേ? ഈ അബാദല്ലേ കൊടുക്കുന്നേ? ഈ ചോയ്സ് അല്ലേ കൊടുക്കുന്നേ? അതിനുവേണ്ടി ഫുഡ് ആരാ കൊടുക്കുന്നേ? അതും അവരല്ലേ കൊടുക്കുന്നത്. ഈ കെട്ടിൻ്റെ ഉടമസ്ഥൻ എന്തുമാത്രമേ ചുമതലയുള്ളൂ? അത് തീറ്റയിട്ട് വളർത്തി കൊടുക്കാൻ. ഇതിനെ കോരി എടുക്കുന്നതാരാ? കുത്തക കമ്പനിയല്ലേ കോരി എടുക്കുന്നേ. ആമേ. നമ്മൾ അതേസമയം എവിടെങ്കിലും പോയി 10 ചെമ്മീൻ കുഞ്ഞുങ്ങളെ വളർത്തി നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചോറും അരിയും കൊടുത്ത് ഇതിനെ വളർത്തി ഇത് എവിടെ വരെ എത്താനാ? ആമേ. അതേസമയം ആമേ കുത്തക കമ്പനി വന്ന് ഇതിനെ ഏറ്റെടുത്താലോ? ഇതുപോലെയാണ് ദൈവം നമ്മളിൽ കൂടെ ചിലത് ചെയ്യാൻ തുടങ്ങിയ. വിത്ത് ദൈവം തരും, വളം ദൈവം തരും, വളർച്ച ദൈവം തരും. അസാധാരണമായിട്ടുള്ളത്, പട്ടണം കണ്ടിട്ടില്ലാത്തത് ദൈവം നമ്മളിൽ കൂടെ ചെയ്യും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് നമുക്ക് ദൈവ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ക്യാരി ചെയ്ത് വി ക്യാൻ ബി ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പം ദൈവ സാന്നിധ്യം നമ്മളുടെ അകത്തിരുന്നാൽ ക്രിസ്തു എന്നിൽ വായിച്ച ആദ്യത്തെ വാക്യം എന്തുവായിരുന്നു? 2 കൊരിന്ത്യർ 13:3. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നു. അപ്പം ക്രിസ്തു ഒന്ന് നമ്മളിൽ എന്ത് ചെയ്യും? സംസാരിക്കും. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ആമേൻ, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 4 അധ്യായം 7 വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 4 അധ്യായം 7 വാക്യം. അപ്പോൾ ഒന്നാമത് ക്രിസ്തു നമ്മിൽ സംസാരിക്കും. 2 ക്രിസ്തു നമ്മിൽ വസിക്കും. 3 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എർത്തൻ വെസൽ. മൺപാത്രം എന്ന് പറഞ്ഞാൽ എർത്തൻ വെസൽ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, എർത്തൻ വെസൽ ഭൂമിയിൽ നിന്നുള്ളതായ ഒരു ഭൗമിക പാത്രം. ഈ ഭൗമിക പാത്രത്തിനകത്ത് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിൽ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആമേൻ. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവും ഈ പറയുന്ന ദൈവത്തിന്റെ ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു ദാനം കൊടുത്തു. ഞാൻ എൻ്റെ പോക്കറ്റിലിരുന്ന ഒരു പേന ഈ കൊച്ചിന് ആമേൻ ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ നാളെ ഈ കൊച്ചിന്റെ അടുക്കൽ ചെന്ന് ഞാൻ തന്ന പേന എന്ത് ചെയ്യുന്നു ചോദിക്കുമോ? ആമേൻ. ചോദിക്കുകയല്ല. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തന്ന പേന എന്തോ ചെയ്തെന്ന് ചോദിക്കുമോ? ഇല്ല. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ത് ചെയ്തു? ഞാൻ കൊടുത്തു. അത് സൂക്ഷിക്കുകയോ എഴുതുകയോ കളയുകയോ അതെല്ലാം ആരുടെ ഉത്തരവാദിത്വമാ? കിട്ടിയവന്റെ ഉത്തരവാദിത്വം. പക്ഷേ ഞാനൊരു 1 ലക്ഷം രൂപ കൊണ്ടുപോയി ആമേൻ നിക്ഷേപിക്കുകയാണെങ്കിൽ എവിടെയാ നിക്ഷേപിക്കുന്നത്? ഞാൻ ഈ കൊച്ചിന്റെ കൈ കൊടുക്കുമോ? ഒരു 100 രൂപ കൊടുത്തിട്ട് മക്കളെ ഇത് ഞാൻ നിന്നിൽ നിക്ഷേപിക്കുകയാണെന്ന് പറയുമോ? ഇല്ല. ഇത് കണ്ടാൽ ആൾക്കാർ പറയും, ഇങ്ങർക്ക് എന്താ വട്ടാണോ ഈ കൊച്ചിൻ്റെ കൈ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ? അപ്പം നിക്ഷേപിക്കണമെങ്കിൽ ആമേൻ ആരിലാണ്? നമ്മുടെ ഭാഷ പറഞ്ഞ് എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഒരു ബാങ്കിൽ, ഒരു ബിസിനസ്സിൽ. ആമേൻ. നമ്മൾ ഈ നിക്ഷേപിക്കുന്നതിനകത്തൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? നിക്ഷേപിക്കുന്നതിനകത്തൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഹയർ റിട്ടേൺസ് നമുക്ക് കിട്ടണം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാ. ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടതിന്, നമ്മൾ രൂപാന്തരപ്പെടേണ്ടതിന് നമ്മളിലിട്ട ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനമുണ്ട്. എന്നാൽ അതിനപ്പുറമായി ദൈവം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത, നിക്ഷേപിച്ച ഒരു കൃപയുണ്ട്, നിക്ഷേപിച്ച ഒരു അഭിഷേകമുണ്ട്, നിക്ഷേപിച്ച ഒരു കൃപാവരമുണ്ട്. ഇതെന്തിനാ ദൈവം നിക്ഷേപിച്ചത്? സൂക്ഷിക്കാൻ തന്നെയാണോ? അല്ല. നിക്ഷേപം ഒരിക്കലും നമ്മൾ സൂക്ഷിക്കാനല്ല കൊടുക്കുന്നത്. സൂക്ഷിക്കാൻ നമ്മുടെ കട്ടിലിന്റെ അടി വെച്ച പോലെ. നിക്ഷേപം തരുന്നത് സൂക്ഷിക്കാനല്ല, പകരം അതെന്തിനാണ്? അത് താലന്തുകൾ നൽകുന്നത് എന്തിനാണ്? വർദ്ധിപ്പിക്കാനാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ട് 10 വർഷമായി, 12 വർഷമായി, 20 വർഷമായി, 20 വർഷം മുമ്പ് ദൈവം നിന്റെ അകത്ത് നൽകിയ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ എത്രയാക്കിയിട്ടുണ്ട്?
നിക്ഷേപകൻ ഒരു ഉദ്ദേശമുണ്ട്. എന്താ? നിക്ഷേപിച്ചത് വർദ്ധിക്കണം. നിക്ഷേപം മേടിച്ച എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? ഞാൻ ഇതിനെ വർദ്ധിപ്പിക്കണം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവകുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, ഞാനും നീയും പ്രാപിച്ച അഭിഷേകത്തിന് സ്വർഗത്തിൽ പോയി കണക്ക് പറയേണ്ടി വരുമെന്ന്. നമ്മൾ പ്രാപിച്ച, നമ്മൾ നിന്നെ ചോറിനും മീനിനും മാത്രമല്ല സ്വർഗത്തിൽ ചെന്ന് കണക്ക് പറയേണ്ടത്. അതൊന്നും തമ്പുരാൻ ചോദിക്കത്തില്ലെന്ന്. തമ്പുരാൻ സില്ലി കാര്യമാണ്. പക്ഷേ ദൈവം ചോദിക്കും, ഞാൻ നിന്റെ മേളിലിട്ട പ്രവചനത്തിന്റെ അധികാരം, ഞാൻ നിന്റെ മേളിലിട്ട കൃപാവരം, ഞാൻ നിന്റെ മേളിലിട്ട ശുശ്രൂഷയുടെ അഭിഷേകം ഞാൻ ഇട്ടിട്ട് 10 വർഷമായി. ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ 2020 വരെ വേറൊരു സഭയിലായിരുന്നു. അതിനകത്ത് കടുത്തതായ ഡിപ്രഷൻ ഉണ്ടായി. അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് എൻ്റെ മനസ്സിനകത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. കാരണം പാലം പൊളിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വീട്ടിൽ വരാൻ പറ്റത്തില്ല, വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, ആരോടും പറയാനില്ല, ഒന്നുമില്ല. പക്ഷെ ചെന്ന് ആദ്യത്തെ ആഴ്ച എൻ്റെ മനസ്സിലായി പെട്ടു എന്ന് മനസ്സിലായി. പക്ഷെ പെട്ടു എന്ന് മനസ്സിലായെങ്കിലും വീട്ടുകാരുടെ മാന്യത ഓർത്ത് എന്ത് ചെയ്യും? കുടുംബക്കാരെ നാറ്റിക്കരുതെന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, കർത്താവേ, എനിക്കിതിനകത്ത് സ്ട്രഗിൾ ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. എന്താ? എന്നെ അങ്ങ് എടുത്തോണം. 13 വർഷം ഞാൻ മുടങ്ങാതെ അതിനകത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും എത്രയും വേഗം എനിക്ക് മരിക്കണം. മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് ആകെ ഒരു കൂട്ടരോടെ അസൂയ തോന്നത്തുള്ളൂ. ആരോടായിരുന്നു അറിയാമോ? എനിക്ക് മുമ്പേ ഒരാൾ മരിച്ചാൽ അവരോട് എനിക്ക് അസൂയ തോന്നും. അവൻ രക്ഷപ്പെട്ടു, നമുക്ക് മാത്രം ഇല്ല. ഒരുത്തന് കാറ് കിട്ടിയാലോ വീട് കിട്ടിയാലോ ഒരുത്തൻ ഗൾഫിൽ പോയാലോ ഒന്നും എനിക്കൊന്നും തോന്നത്തില്ല. പക്ഷെ ഒരുത്തൻ മരിച്ചാൽ എനിക്ക് അന്ന് ദൈവത്തോട് ഭയങ്കര പിണക്കമാണ്. പുള്ളി മരിച്ചു, എനിക്ക് നമ്മളെ മാത്രം. അവസാനം ദൈവത്തോട് കരയാൻ തുടങ്ങി. കർത്താവേ, നിനക്കും വേണ്ടായോ? ഏറ്റവും അൾട്ടിമേറ്റ് ഡിപ്രഷൻ. എൻ്റെ 29ാമത്തെ വയസ്സ് കഴിയുക, 29നും 30നും ഇടയില. ഒരു ദിവസം രാത്രി ഞാനിരുന്ന് കരയുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മരിക്കണം. അന്ന് രാത്രി ദൈവം എൻ്റെ അടുക്കൽ വളരെ ശാന്തമായി ഇറങ്ങി വന്നൊരു ചോദ്യം ചോദിച്ചു. നീ ആഗ്രഹിക്കുന്ന മരണം ഞാൻ നിനക്ക് നൽകാം, ഞാൻ നിന്നെ എടുക്കാം, ഞാൻ നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റാം. നിനക്ക് സഹിപ്പാൻ വയ്യാത്തതൊന്നും ഞാൻ ഇനി നിന്റെ മേൽ വെക്കുകയില്ല. പക്ഷെ നീ എന്നോടൊരു കാര്യം പറയണം. നിന്നെപ്പോലൊരു മനുഷ്യനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് ചിന്തിച്ചാൽ എന്നെപ്പോലെ 1000 പേരെ നിനക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം കർത്താവ് ചിരിക്കുന്നത്. കർത്താവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്നെപ്പോലെ ഒരുത്തനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ 30 വർഷം വേണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി, 30 വർഷം. പെട്ടെന്നാണ് ഞാൻ ഓർത്തത് എനിക്ക് 29 വയസ്സ് കഴിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. കർത്താവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാനിട്ട മുൻനിർണയം കഴിഞ്ഞ 30 വർഷത്തിന് മുമ്പേ നിന്റെ അമ്മയുടെ അകത്ത് ഞാൻ നിക്ഷേപിച്ചു തുടങ്ങിയതാ. അന്ന് തുടങ്ങി ഇന്നുവരെയും ഒരു ദിവസം മുടക്കമില്ലാതെ ഞാനതിനകത്ത് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിന്ന് നിന്നെ എടുക്കാം. ബട്ട് ടെൽ മീ, ഹൗ വിൽ യു റീപേ ഇറ്റ്? ഞാൻ ഈ 30 വർഷം നിന്റെ മേളിൽ ഇൻവെസ്റ്റ് ചെയ്തത് നീ എങ്ങനെ എനിക്ക് തിരിച്ചു തരും? എൻ്റെ ഭാഷ ഞാൻ പറയാം, ഞാൻ പെട്ടു. ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലാത്ത ഇതായി. പിന്നെ എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമായി, എങ്ങനെയെങ്കിലും ആവോളം അങ്ങ് അധ്വാനിക്കണം,
കാരണം തമ്പുരാൻ ഇട്ടതിനെ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. എങ്ങനെയെങ്കിലും റീപേ ചെയ്യണം, എങ്ങനെയെങ്കിലും റീപേ ചെയ്യണം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, തമ്പുരാനിട്ട ഇൻവെസ്റ്റ്മെൻ്റ് ഒരിക്കലും എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നതല്ല. തമ്പുരാനെടുത്ത് എന്തെങ്കിലും ചെയ്തെങ്കിലേ മതിയാവും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ വയസ്സ് വരെ ആകുമ്പോൾ ഇത്രയും വർഷം ദൈവം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, അവർ രോഗിയായിരുന്നപ്പോൾ ഞാൻ പോയി കണ്ടു. നമ്മളൊരു രോഗിയെ പോയി കണ്ട അതിന് വരെ കണക്ക് പറയത്തില്ലേ? അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം, കർത്താവ് നമ്മുടെ കൂടെ വന്നതിൻ്റെ, നമ്മുടെ പ്രാർത്ഥന പോയി നമ്മുടെ കൂടെ കുത്തിയിരുന്നതിൻ്റെ, നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു തീർത്തതിൻ്റെ വണ്ടിക്കൂലി ചിന്തിച്ചാൽ പോലും കൊടുത്തു തീരത്തില്ല. ഞാൻ വിഷയത്തിലേക്ക് വരിക. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം എത്ര ബറ്റാലിയൻ ദൂതന്മാരെ അയച്ചു കാണും. പണ്ടൊരു മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 4 പാണ്ടിലോറി നിറച്ച് അരി ഇങ്ങനെ നിറച്ചിട്ടേക്കും. തമ്പുരാൻ ചോദിക്കും, നമ്മൾ ചോദിക്കും ഇതെന്താ കർത്താവേ? തമ്പുരാൻ പറയും, നീ ഭൂമിയിൽ തിന്നു തീർത്ത അരിയാണ്. അദ്ദേഹം ഭയങ്കര രസികനാണ്. അദ്ദേഹം പറഞ്ഞു, 4 ലോഡ് ബ്രോയിലർ കോഴി കിടക്കുക. നമ്മൾ ചോദിക്കും ഇതെന്താ കർത്താവേ? നിനക്ക് വേണ്ടി ഞാൻ അയച്ചു തന്ന കോഴിയാ. അതിനുശേഷം എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ തമാശ കേട്ടതിന് ശേഷം എനിക്ക് കുറേ കാലം ആഹാരം കഴിക്കാൻ പേടിയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത്, അരിയും കോഴിയൊക്കെ അവിടെ നിൽക്കട്ടെന്നേ, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി ചെയ്ത ആത്മീയ കൃപകളും ആത്മീയ ദൂതഗണങ്ങളെയും ഓർത്താൽ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ചുമ്മാതൊന്നും അങ്ങ് കയറി ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അതിൽ നിന്ന് ആ ഡിപ്രഷനകത്തുനിന്ന് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ വിട്ടില്ല. എങ്ങനെയും കടം തീർത്താ പോവല്ലോ. ആഞ്ഞു കിടന്ന് അധ്വാനിക്കാൻ തുടങ്ങി. അതിനുശേഷം 2019 ഞാൻ നീണ്ട ഉപവാസത്തിലാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? മരിക്കാൻ വേണ്ടി. 2019 ഡിസംബർ 25 രാത്രി ആ ചർച്ചിൻ്റെ തന്നെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ചെങ്ങന്നൂർ കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷൻ്റെ ശനിയാഴ്ച രാത്രി പാടി ആരാധിക്കുകയാണ്, ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോട് എന്ന് ചേർന്നിടും. അതിനകത്ത് ഈ വരിയ പാടുന്നത്, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. അടുത്ത വരി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ഞാൻ ഭയങ്കര ചാർജായി. എന്താണെന്നറിയാമോ? ഞാനിങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ കാണുക, ആനന്ദക്കരം നീട്ടി പുഞ്ചിരി തൂകി എന്നെ അവിടെ വിശുദ്ധന്മാരും ദൂതന്മാരും സ്വീകരിക്കുന്നത്. ഞാനിങ്ങനെ നീണ്ട 10 ദിവസത്തെ ഉപവാസത്തിൻ്റെ അവസാന രാത്രിയാ ഞാനിങ്ങനെ എനിക്കൊരു കൺഫർമേഷൻ പോലെ ഈ പാട്ട് പാടിയത്, ഞാൻ മരിക്കും, ഈ കഷ്ടത തീരും, ഇവന്മാരുടെയൊക്കെ ഈ പൊളിറ്റിക്സിനകത്തും ചവിട്ടിക്കുത്തിനകത്തും കിടന്ന് ഇനി കഷ്ടപ്പെടേണ്ട, ഇവ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന മിനിറ്റുകളിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ സ്വപ്നം മറഞ്ഞുപോയി. എൻ്റെ സ്വപ്നം മറഞ്ഞുപോയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ 16-ാമത്തെ വയസ്സിൽ എന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന ഒരു ദർശനമുണ്ട്. അതേ ദർശനം ഞാൻ കണ്ടു. അതൊരു സ്വർഗീയ ദർശനമാണ്. ഫുള്ള് ഗ്ലാസ് ബിൽഡിംഗ് ഉള്ള, ഫുള്ള് ഗ്ലാസ് കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ വെളിയിലേക്ക് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരാളെ, ഒരു അഭിഷക്ത രൂപത്തെ, ഒരു തേജോമയമായ രൂപത്തെ ഞാൻ കണ്ടിരുന്നു. അതേ രൂപം എൻ്റെ മുമ്പിൽ വന്നു നിന്നിട്ട് വളരെ ഗൗരവപരമായിട്ട് എൻ്റെ അടുക്കൽ 2 കാര്യം പറഞ്ഞു. ഇത് പേടിച്ചോടി വരാനുള്ള സ്ഥലമല്ല, തോറ്റവർക്ക് ഇവിടോട്ട് പ്രവേശനമില്ല. യുദ്ധം ഉണ്ടെങ്കിൽ പോരാടണം, പോരാടി ജയിക്കണം, ജയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് പേടിച്ചോടി വരാനുള്ള സ്ഥലമല്ല,
തോറ്റിട്ട് കയറി വരാനും പറ്റത്തില്ലെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിന്നാരാധിച്ചു കൊണ്ടിരുന്ന ഞാൻ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ശരീരം മുഴുവനും നിർജീവമാകുന്നത് ഞാൻ കണ്ടു. കാരണം എൻ്റെ പ്രതീക്ഷയുടെ അവസാനത്തെ വാതിലും എന്ത് ചെയ്യുകയായിരുന്നു? അടയുകയായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ മുട്ടുകുത്തി കമന്ന് തലപ്പായലിട്ട് ഞാനൊരു കിടപ്പ് കിടന്ന്. എനിക്കറിയത്തില്ല എന്താണെന്ന്. കാരണം നീണ്ട 10 ദിവസം ഈ ഒരു ഇത് മാത്രം, അതിന് മാസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗാ. ഒറ്റ പ്രാർത്ഥനയാ, മരിക്കണം. മറുപടി എന്താണെന്നറിയാവോ? പേടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. തോറ്റവരെ ഇവിടെ കയറ്റത്തുമില്ല. അതുകൊണ്ട് നീ ജയിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ അവിടെ കിടന്ന് ഏങ്ങലടിച്ച് കരയുന്ന വേളയിൽ എന്റെ അകത്തൊരു അഭിഷേകത്തിന്റെ ശക്തി തൊട്ട് അവിടെ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ എന്റെ അകത്തൊരു തീവ്രതയുണ്ടായി. എന്റെ മുഖത്തെ ചിരി മാഞ്ഞോ, എന്റെ മുഖത്തെ കരച്ചില് മാഞ്ഞോ, എന്റെ മുഖത്തെ സങ്കടം മാഞ്ഞോ. ഞാൻ എഴുന്നേറ്റ് അവൻ തിരുവചനം എടുത്ത് ഇറങ്ങുമ്പോ ഞാനൊരു ഉറപ്പോടുകൂടി ഇറങ്ങി, യുദ്ധം ചെയ്യും, ജയിക്കും, ജയിച്ചിട്ടേ ഞാൻ പോകത്തുള്ളെന്ന്. ജയിച്ചിട്ടേ പോകത്തുള്ളെന്ന്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ചത്താ രക്ഷപ്പെടുമെന്ന് ആരും ചിന്തിക്കല്ലോ കേട്ടോ. ചുമ്മാതാ. നിങ്ങൾക്ക് 9 മണിക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. ഇവിടുന്ന് എല്ലാവരുടെ ഒരാളുടെ കല്യാണത്തിന് പോവുകയാണെന്നിരിക്കട്ടെ, തൃശ്ശൂർ കല്യാണത്തിന് പോവുക. 9 മണിക്ക് ബസ് വരും. നിങ്ങളുടെ വീട്ടിൽ വഴക്കായിട്ട് നിങ്ങൾ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് വന്ന് ഇവിടെ നിന്നാ 9 മണി വരെ എന്തോ ചെയ്യും? അവിടെ നിൽക്കത്തേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പറഞ്ഞ സമയത്ത് വണ്ടി വരും, അന്നേരം പോയാൽ മതി. അതിനു മുമ്പേ പോയി വെറുതെ വഴി നിന്ന് മെനക്കെടണ്ട. പറഞ്ഞ സമയത്ത് വണ്ടി വരും, പോകും. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. 2 കൊരിന്ത്യർ 4 അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇത് നിക്ഷേപമാ. ഇത് ഞാൻ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കണം. പക്ഷെ അതല്ല വിഷയം. ദൈവം തൻ്റെ ശക്തിയെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവശക്തി തൻ്റെ ശക്തിയെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? നിക്ഷേപിച്ചു. എവിടെ നിക്ഷേപിച്ചോ? എന്നിലും നിങ്ങളിലും നിക്ഷേപിച്ചു. ലോകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 2 ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു 6000 കോടി രൂപ. ഒന്ന് KKR ഇൻവെസ്റ്റ്മെന്റ്, 2 ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ്മെന്റ്. അതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളത്തിലെ ആരോഗ്യരംഗത്ത് 6000 കോടി രൂപ നിക്ഷേപിച്ചു. പോട്ടെ. ആമേൻ. ഈ നിക്ഷേപിക്കുന്നവരെന്ത് ചെയ്യുകയാണെന്നറിയാമോ? പലയിടങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അവരുടെ പണം ഉപയോഗിക്കുകയാണ്. ഇതുപോലെയാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ പക്കൽ അളവില്ലാത്ത ശക്തിയുണ്ട്. ഈ ശക്തിയെല്ലാം ദൈവത്തിന് ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് എന്തോ വേണം? അവൻ ചെറിയ ചെറിയ ട്രാൻസ്ഫോമറുകൾ വേണം. ദൈവത്തിന്റെ വലിയ സ്വർഗരാജ്യത്തിലെ വലിയ ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ കരണ്ടുകൾ മുഴുവനോ അവിടെ കരണ്ടായിട്ട് വെച്ചോണ്ടിരിക്കാൻ കഴിയത്തില്ല. ആ കരണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു ട്രാൻസ്ഫോമറുകൾ വേണോ? ആ ട്രാൻസ്ഫോമറുകളാണ് ആര്? ഞാനും നിങ്ങളോ. ആമേൻ. അപ്പോ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ എന്നിലും നിങ്ങളിലും ദൈവം എന്ത് നൽകിയിരിക്കുകയാണ്? ദൈവത്തിന്റെ ശക്തി നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ശക്തി നൽകിയിരിക്കുന്നത് അറിയാമോ? സ്തോത്ര. ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ബൈലിംഗ്വൽ ഒന്ന് തരാൻ പറ്റുമെങ്കിൽ തരണമേ. ഇംഗ്ലീഷ് ഇങ്ങോട്ട് തരാൻ പറ്റുമെങ്കിൽ ഒന്ന് തരണേ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുന്ദരൻ ഗോപുരവാതിൽക്കലിരിക്കുന്ന അമ്മയുടെ ഗർഭം തുടങ്ങി മുടന്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ അവൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞവരെ സൂക്ഷിച്ചു നോക്കിയേ. പത്രോസ് അവരുടെ അടുക്കൽ തിരിഞ്ഞു എന്ന് പറഞ്ഞു. പത്രോസ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പൊന്നും വെള്ളിയും എനിക്ക് ഇല്ല എന്ന് പറയുകയാണ്. പൊന്നും വെള്ളിയും എനിക്കില്ല, പകരമോ എനിക്കുള്ളത് നിനക്ക് തരുന്നുവെന്ന്. എനിക്കുള്ളത് നിനക്ക് തരുന്നു, എനിക്കുള്ളത് നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞ് പത്രോസ് ആ മുടന്തന്റെ കയ്യേലോട്ട് കയറി പിടിച്ചു. ആൾക്കാർ നോക്കി പത്രോസ് വല്ലതും കൊടുക്കുന്നോ എന്ന്. പത്രോസ് വല്ലതും കൊടുക്കുന്നോ എന്ന് നോക്കിയപ്പോൾ പത്രോസ് ഒന്നും കൈ കൊണ്ട് കൊടുക്കുന്നത് കണ്ടില്ല.
പക്ഷേ ആ ഇംഗ്ലീഷ് വാക്കുകളിലേക്ക് നോക്കിയാൽ ഇമ്മീഡിയറ്റ്ലി ഹിസ് ഫീറ്റ് ആൻഡ് ആംഗിൾ ബോൺസ് റിസീവ്ഡ് സ്ട്രെങ്ത്. ആ മുടന്തൻ എന്താണ് പത്രോസിൽ നിന്ന് റിസീവ് ചെയ്തത്? എന്താണ് റിസീവ് ചെയ്തത്? സ്ട്രെങ്ത് റിസീവ് ചെയ്തു, പവർ റിസീവ് ചെയ്തു. അപ്പൊ പത്രോസ് കൊണ്ടു നടന്നത് എന്തായിരുന്നു? ദൈവത്തിന്റെ ശക്തി കൊണ്ട് നടന്നു. ആ ശക്തി ഈ മുടന്തങ്കിലേക്ക് എന്ത് ചെയ്യുകയായിരുന്നു? റിലീസ് ചെയ്യുകയായിരുന്നു. റിലീസ് ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ എവിടെയാണ് ഈ ശക്തി കയറി ചെന്നത്? എവിടെയാണോ ബലഹീനമായിരുന്ന ഹിസ് ankle bones and the feet received the strength. അവന്റെ ശരീരത്തിൽ എവിടെയായിരുന്നോ ബലം കുറവുള്ളത് ആ ഭാഗത്തേക്ക് പത്രോസിങ്കിൽ നിന്ന് ശക്തി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതാണ് ഒരു ദൈവ പൈതലിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഒരുത്തനെ തൊട്ടാൽ നിന്റെ അകത്ത് കിടക്കുന്ന ശക്തി അവന്റെ ബലഹീനതയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എന്റെ അകത്ത് തന്റെ പവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ ഒരു ബലഹീനതയെ കൊണ്ടു നിർത്തി ഞാൻ അവനെ ഒന്ന് തൊടുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ബലഹീനത എവിടെയാണോ ആ ബലഹീനതയിലേക്ക് എന്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തി ട്രാൻസ്മിറ്റ് ചെയ്യും. ദൈവശക്തിയെ പകരണം. ദൈവശക്തിയെ പത്രോസും യോഹന്നാനും പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, പകരം എനിക്കൊരു കാര്യമുണ്ട്. എന്താ പത്രോസേ ഉള്ളത്? പത്രോസ് പറയാ, എനിക്ക് എന്താ ഉള്ളതെന്ന് അവനെ നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഹിസ് ഫീറ്റ് ആൻഡ് ആംഗിൾ ബോൺസ് റിസീവ്ഡ് ദ സ്ട്രെങ്ത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, and Peter gifted and Peter released and Peter transmitted the strength, the power of God. ഇന്ന് രാത്രി പറഞ്ഞോട്ടെ, എന്നിൽ കൂടെ ദൈവശക്തി പകരപ്പെടും. എന്നിൽ കൂടെ ദൈവശക്തി പകരപ്പെടും. ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവമിട്ട ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് എന്ത് ചെയ്യുമെന്നാ പറയുന്നതെന്നറിയാമോ? അത് പകരപ്പെടാം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിറച്ച് വെള്ളം ഉണ്ടായിരിക്കുമെന്നാണോ പറഞ്ഞേ? അല്ല, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, അവൻ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. പക്ഷേ ദാഹിക്കുന്നവരല്ലാതെ ദൈവസഭയ്ക്കകത്ത് വേറെ ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ്. അവര് വെള്ളം കുടിക്കാൻ വരുന്നവരല്ല, പകരം അവര് വെള്ളം ഒഴുക്കാൻ വരുന്നവരാണ്. ഇതാ ഈ 2026 ദൈവസഭയ്ക്കകത്ത് നിന്ന് ദൈവം ചിലരെ അനോയിന്റ് ചെയ്യുകയാണ്. ദൈവം ചിലരെ എക്വിപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി എന്നറിയാമോ? To release, to transmit the strength. La sala rabakatalia artabala kara prabashia la 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 Labara Bahasia Prabol Bahasia Prabardaria Rabba Baba Shaprabardari La Katia Marakatia Arakatia Barakatala Mahasia Jabalti Manosia Prabasha Kalmaria Lartania Asmarania. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Amen. Amen. And Peter took him by the right hand. And Peter took him by the right hand and lifted him. Amen. ഇപ്പോൾ ഇവിടെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് ശക്തി കൊടുക്കുന്നത്? പീറ്ററാണ് ശക്തി, പത്രോസാണ് ശക്തി കൊടുക്കുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ പത്രോസിന് ശക്തി കൊടുക്കേണ്ടി വരുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? പത്രോസ് അപ്ലൈ ചെയ്ത ദൈവശക്തി അവന്റെ ആംഗിൾ ബോണെ കയറി തൊട്ടോ. ഇപ്പോൾ പത്രോസിന്റെ കയ്യിലിരുന്ന ദൈവശക്തി, പത്രോസ് അപ്ലൈ ചെയ്ത ദൈവശക്തി ഇപ്പോൾ ഇവന്റെ ആംഗിൾ ബോണെ കയറി അടിച്ചോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന ദൈവശക്തി മറ്റൊരുവന്റെ ബലഹീനതയിൽ വിളങ്ങുന്നത് കാണത്തക്കവണ്ണം ഇനി ഞാൻ ചോദിക്കാം, ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിക്കണോ? ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിക്കണോ? അതോ ക്രിസ്തുവിന്റെ ശക്തി നിന്റെ അകത്തുകൂടെ പ്രവർത്തിക്കണോ? ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിക്കുന്നതിനപ്പുറം അവന്റെ ശക്തിയെ എന്റെ ശരീരത്തിൽ കൂടെ, ഇൻ ദ മോർട്ടൽ ഫ്ലഷ്, ഈ ശരീരത്തിൽ കൂടെ റിലീസ് ചെയ്യണോ?
his ankle bones and his feet received the strength. ആ മനുഷ്യന്റെ അടുക്കൽ ചോദിക്കണം, ഫ്രം വേർ യു റിസീവ്ഡ് ദി സ്ട്രെങ്ത്. അദ്ദേഹം എന്ത് പറയും? ആൻഡ് പീറ്റർ റിലീസ്ഡ് മീ ദാറ്റ് സ്ട്രെങ്ത്. ദൈവശക്തി മുടന്തൻ ആരാ കൈമാറിയത്? പത്രോസ്. പത്രോസ് ദൈവം നിന്നെ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞോ? ദൈവം നിന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞോ? എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, നിന്റെ അകത്ത് ദൈവശക്തിയെ സംഭരിച്ച് നീ ആ ശക്തിയെ മറ്റുള്ളവരിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ, അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ കഴിയാം. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കരമടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ലബോറ ലബക്കട്യ പ്രഭാഷ് ബൽഥനി മഹസം പ്രവർത്താനിയ. ജീസസ് ജീസസ് ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന്, ക്രിസ്തു നമ്മുടെ അകത്തു നിന്ന് സംസാരിക്കും. രണ്ട്, ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കും. മൂന്ന്, ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ കൂടെ പകരപ്പെടും. ഞാൻ പ്രധാനമായി ഒരു 3 ഭാഗങ്ങളെ പറയാം. ആമേൻ. അടുത്ത 3 ഭാഗങ്ങൾ എങ്ങനെ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. ആമേൻ. ഒരു യഥാർത്ഥമായ ദൈവമനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുകയല്ല, പകരം എന്ത് ചെയ്യാണെന്നറിയാമോ? ദൈവം അവനിൽ കൂടെ ചെയ്യുകയാണ്. ആമേൻ. പൗലോസിന്റെ രക്ഷാദിവസം നമുക്കറിയാം. ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന വെളിച്ചം നട്ടുച്ച നേരത്ത് ചുറ്റിമിന്നെ വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീഴുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദ്യത്തിന് മുമ്പാകെ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നുവെന്ന് ഞാൻ എന്ന് പറയുന്നു. എഴുന്നേൽക്കുന്ന പൗലോസിന് കണ്ണുകൾ കാണാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് പൗലോസിനെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് നേർവീതി എന്ന തെരുവിൽ അവൻ യൂദ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പൗലോസിനെ താമസിപ്പിക്കുന്നു. രംഗം 1. രംഗം 2, ദമാസ്കസിന്റെ ഉള്ളറകൾക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ക്രിസ്തു ശബ്ദം താൻ കേൾക്കുകയാണ്. നീ എഴുന്നേറ്റ് ദമാസ്കസിന്റെ പടിവാതിൽക്കലിനപ്പുറം നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട് അന്വേഷിക്കണം. ആ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനിരിപ്പുണ്ട്. പുള്ളി കാഴ്ചയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നീ ചെന്ന് പ്രാർത്ഥിച്ച് പുള്ളിക്ക് കാഴ്ച കൊടുക്കണമെന്ന്. അനന്യാസ് കേട്ടപാടെ ദൈവത്തിന്റെ അടുക്കൽ പറഞ്ഞു, സ്തോത്ര കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ എന്തുമാത്രം കുഴപ്പമൊപ്പിച്ച മനുഷ്യനാ. അങ്ങേരതെ ദമസ്കോസിൽ വരുന്നുവെന്ന് കേട്ടോ. അതേ പ്രതിയാ ഞാനിപ്പോ 21 ഇരിക്കുന്നത്. ആകയാൽ അവൻ ഇവിടോട്ട് കയറാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോ അവന്റെ അടുക്കലേക്ക് പോകാൻ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവ് അതിന്റെ 15-ാം വാക്യത്തിൽ അനന്യാസിന്റെ അടുക്ക പറഞ്ഞ, അനന്യാസേ, അവൻ എന്തോ ഒരു കാര്യവും ചെയ്തെന്നിരിക്കട്ടെ, പക്ഷേ നീ പോകണം. ആമേ, നീ പോകണം. അവൻ എന്റെ നാമം ജാതികൾക്ക്, രാജാക്കന്മാർക്ക്, ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നുവെന്ന് പറഞ്ഞു. ഇപ്പോൾ പൗലോസിന് ദൈവം ഒരു പുതിയ പേർ വിളിക്കുകയാണ്. അവൻ ആരാകുന്നു? അവൻ ഒരു പാത്രമാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ മനുഷ്യനല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരു സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു മനുഷ്യനല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരു സൃഷ്ടിയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് ക്രിസ്തുവിലായി. ഇനിയും തുടങ്ങി പൗലോസ് മനുഷ്യനല്ല, പകരം പൗലോസ് ആരാണ്? ഒരു പാത്രമായി മാറ്റപ്പെടുകയാണ്. ഒരു പാത്രം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? ഒരു പാത്രം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? അതിനെ കൈകളിലെടുക്കണം. അമേൻ. ഒരു പാത്രം ഉപയോഗിക്കപ്പെടണമെങ്കിൽ അമേൻ ആദ്യം അതിനെ കൈകളിലെടുക്കണം. ഇന്ന് രാത്രി നീ അറിയണം, നിന്നെ ദൈവം കൈകളിലെടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നിന്നിൽ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച്, എന്നെ കരങ്ങളിൽ ഒന്ന് എടുക്കണമേ. അവൻ നിന്നെ ദൈവം കരങ്ങളിലെടുത്താൽ, നമ്മെ ദൈവം കരങ്ങളിലെടുത്താൽ അടുത്തതായിട്ട് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തിന്റെ നാമം ിരിക്കുന്നു. അമേൻ. അപ്പം മുകളിലും ദൈവം, താഴെയും ദൈവം, ഉയരത്തിൽ അമേൻ, അകത്തും ദൈവം,
പുറത്തും ദൈവം. ആമേൻ. അങ്ങനെ അകത്തും പുറത്തും ദൈവത്താൽ മറയപ്പെട്ടിരിക്കുന്ന പൗലോസിന്റെ അടുക്കൽ ദൈവം അടുത്തതായി പൗലോസിനെ പറയുകയാണ്, അവൻ എന്റെ നാമം വഹിപ്പാൻ തക്കവണ്ണ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, ഐ ഷാൽ ബി ദ വെസൽ ഓഫ് ഗോഡ്, ദ ചോസൻ വെസൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പാത്രമായി ഞാൻ മാറ്റപ്പെടും. ഞാൻ ദൈവത്തിന്റെ പാത്രത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ആമേൻ. ഈ പാത്രത്തിനൊരു ആഗ്രഹം എന്താണെന്നറിയാമോ? എത്ര ദിവസമായിട്ട് ഞാൻ ഈ മേശപ്പുറത്തിരിക്കുക, എനിക്ക് പാസ്റ്ററുടെ വീട്ടിൽ പോകണം, അവിടെ ഞാൻ എത്ര നാളിരുന്നതാ, എനിക്ക് അവിടെ പോകണം. ഈ പാത്രം ഇവിടെ എത്ര ചിന്തിച്ചാലും നടക്കുമോ? അവിടെ പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം ഞാനൊരു യാഥാർത്ഥ്യം പറയാ. ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രത്തിന്റെ ഒരു പ്രത്യേകത, അവന്റെ ആഗ്രഹങ്ങൾ പലത്, അവന്റെ സ്വപ്നങ്ങൾ പലതും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. ഞാനതിനൊരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തി 19:21. അവിടെ എഫെസോസിൽ ഇരിക്കുന്ന പൗലോസിനൊരു ആഗ്രഹം എന്താണെന്നറിയാമോ? റോം വരെ പോയിട്ട് റോം ഒന്ന് കാണണമെന്ന് ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത്, ആമേൻ, ഏതെങ്കിലും ഒരു ക്രൂയിസ് ഷിപ്പിൽ കയറി എന്ത് ചെയ്യണം? റോമയൊന്ന് കാണണം. ആ വാക്യത്തിന്റെ അവസാനം കണ്ടോ? ആമേൻ. മലയാളം മാത്രം മതി. ഇത് കണ്ടോ? ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. പൗലോസിനൊരു ആഗ്രഹം, റോം ഒന്ന് പോയി കാണണം. വലിയ സിറ്റി അല്ലേ. പക്ഷേ അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, പോകാൻ പറ്റിയില്ല. എഫെസോസിൽ ഭയങ്കര കലഹമുണ്ടായി. അപ്പോ പൗലോസിന് റോമിൽ പോകാൻ പറ്റിയോ? പോകാൻ പറ്റിയില്ല. വീണ്ടും റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 8 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ഞാൻ റോമിൽ വരാൻ പലപ്പോഴും ആഗ്രഹിച്ചോ, പക്ഷെങ്കിൽ അതിന് മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ആമേൻ. ഞാൻ അവിടെ വന്നിട്ട് കൃപാവരം വല്ലത് നിങ്ങൾക്ക് നൽകേണ്ടതിന് ഞാൻ ആഗ്രഹിച്ചോ, പക്ഷെങ്കിൽ മുടക്കം വന്നോ. അവർ ആദ്യത്തെ ആഗ്രഹം റോമിൽ ഒരു ടൂറിസ്റ്റ് വിസ എടുത്തുപോയി റോം പട്ടണം കാണണമെന്ന്. പോക്ക് നടന്നോ? നടന്നില്ല. ആമേൻ. പിന്നത്തെ ആഗ്രഹം അവിടുത്തെ സഭയിൽ പോയി ഒന്ന് ശുശ്രൂഷിക്കണമെന്ന്. പ്രതീക്ഷ നടന്നോ? നടന്നില്ല. ആമേൻ. പക്ഷേ ഏറിയ നാളുകൾക്കപ്പുറം അദ്രിയ കടലിൽ അദ്രമുത്തിയ കപ്പലിൽ കയറ്റി, അതിനപ്പുറം അലക്സാണ്ട്രിയ കപ്പലിൽ കയറ്റി പൗലോസിനെ ദൈവം പുറപ്പെടുവിച്ചു. പൗലോസിന് വിസ ഇല്ല, പൗലോസിന് ടിക്കറ്റ് ഇല്ല. സകലവും ഗവൺമെന്റ് ചെലവിൽ ദൈവം പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോവുക. പോകുന്ന വഴി കാറ്റടിച്ച് കപ്പല് പൊളിയാറായപ്പോ ദൈവം പൗലോസിന്റെ അടുക്ക പറഞ്ഞു, പൗലോസ് റോം കാണണമെന്ന് ചിന്തിച്ചിട്ട് നടന്നില്ല. സത്യമാ, സ്തോത്ര. റോമിൽ സഭയെ പോയി ശുശ്രൂഷിക്കണമെന്ന് ചിന്തിച്ച് നടന്നില്ല. പക്ഷെ ഈ പോക്കിൽ നീ റോമിലെത്ത. കാരണം ഈ പോക്കിന്റെ ഉദ്ദേശം എന്റേതാ. ഞാൻ നിന്റെ മേളിൽ നീ തെരഞ്ഞെടുക്കപ്പെട്ട നാളിൽ ഒരു വാഗ്ദത്തം പറഞ്ഞു, നീ എന്റെ നാമം വഹിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമെന്ന്, കൈസറുടെ മുമ്പിൽ നീ എന്റെ നാമം വഹിക്കേണ്ടതാണ്. ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പറയുകയാണ്, സ്വപ്നങ്ങൾ പൊളിഞ്ഞുപോയ ഒരു മനുഷ്യനാണോ നീ? പ്രതീക്ഷകൾ പൊളിഞ്ഞുപോയ ഒരു മനുഷ്യനാണോ നീ? ആഗ്രഹങ്ങൾ തകർന്ന ഒരു മനുഷ്യനാണോ നീ? നീ ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. സ്വപ്നങ്ങൾ പൊളിഞ്ഞുപോയ മനുഷ്യനെ ഞാൻ വിളിക്കും, അവൻ ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഞാൻ വിളിക്കും, അവൻ ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ്. പ്ലാനുകൾ പൊളിഞ്ഞുപോയ മനുഷ്യനെ ഞാൻ വിളിക്കും, അവൻ ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ടൂറിസ്റ്റ് വിസ ക്യാൻസൽ ആയേക്കാം, നിന്റെ പ്രീസ്റ്റ് വിസ ക്യാൻസൽ ആയേക്കാം. പക്ഷെ അതിനപ്പുറം ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ ഡിപ്ലോമാറ്റ് വിസയിൽ, ഒരു ഡിപ്ലോമാറ്റ് പാസ്പോർട്ടിൽ നിന്നെ റോമിലെത്തിച്ച് കൈസറുടെ മുമ്പാകെ എന്റെ നാമം വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. Be the vessel of God. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചാൽ പാത്രമായിട്ട് ഉപയോഗിക്കാം. അവൻ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? അവൻ ചുമ്മാ കർത്താവിനെ ക്യാരി ചെയ്തുകൊണ്ട് നിന്നാൽ മതി. 2 ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. ഹഗായി 2:23. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കാം. സെരുബാബേലിന്റെ ചരിത്രം പഠിച്ചാൽ സെരുബാബേലിന്റെ വല്യപ്പൻ രാജാവായിരുന്നു, യഹൂദയിലെ രാജാവായിരുന്നു. എന്നാൽ യഹൂദയിലെ രാജാവായ സെരുബാബേലിന്റെ വല്യപ്പൻ എന്ത് ചെയ്യുന്നറിയാവോ? കയ്യിൽ ഒരു മുദ്രാമോതിരം ഇടും. അപ്പൊ സെരുബാബേലിന് ഒരാഗ്രഹമുണ്ട്, തിരിച്ച് യെരൂശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ രാജ്യം യഥാസ്ഥാനപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞേക്കോ? ഒരു മുദ്രാമോതിരം ഇടാൻ കഴിഞ്ഞേക്കോ. പക്ഷെ ദൈവം സെരുബാബേലിന്റെ അടുക്കൽ പറഞ്ഞു, അല്ല സെരുബാബേൽ, നീ ഒരു മുദ്രാമോതിരം നിന്റെ വിരലിൽ ഇടുമെന്ന് ചിന്തിക്കണ്ട, പകരം നിന്നെ ഒരു മുദ്രാമോതിരമാക്കി ഞാൻ എന്റെ വിരലിൽ എടുത്തിടുമെന്ന്.
എന്താണ് മുദ്രാമോതിരത്തിന്റെ പ്രത്യേകത? മുദ്രാമോതിരം അലങ്കാരത്തിനല്ല കൊണ്ട് നടക്കുന്നത്. മുദ്രാമോതിര ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുമ്പോൾ ഈ മുദ്രാമോതിരം എടുത്ത് മഷിക്കകത്ത് മുക്കിയിട്ട് രാജാവ് എന്ത് ചെയ്യുക? ആ ഉത്തരവിന്റെ അടിയിലൊന്ന് പതിപ്പിച്ചു വിടാം. അത് പതിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് രാജകീയ അധികാരത്തിന്റെ വെളിപ്പാടാണ്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, ദൈവം നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കി കഴിഞ്ഞാൽ നീ നിൽക്കുന്നിടം ദൈവത്തിന്റെ അധികാരം വെളിപ്പെടും. നീ കാൽ ചവിട്ടുന്ന ഇടത്ത് ദൈവത്തിന്റെ അധികാരം വെളിപ്പെടും. നീ സംസാരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ അധികാരം വെളിപ്പെടും. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം ചിലരെ മുദ്രാമോതിരമാക്കുന്ന രാത്രിയാണ്. ആമേൻ. മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് ആമേൻ. യെരമ്യാ പ്രവചനം 51:20. യെരമ്യാ 51:20. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ആമേൻ. നീ എന്റെ വെൺമഴു. അത് ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? യു ആർ മൈ ബാറ്റിൽ ആക്സ്. ആമേൻ. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് യുദ്ധത്തിനുള്ള കോടാലിയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു മരം വെട്ടുകാരന്റെ കിട്ടിയാൽ അവൻ എന്തോ ചെയ്യോ? അവൻ മരം വെട്ടാൻ ഉപയോഗിക്കാം. ഒരു വിറകുകാരന്റെ കിട്ടിയാൽ അവൻ അതിനുപയോഗിക്കാം. പക്ഷേ നിന്നെ ഞാൻ കയ്യിലെടുത്താൽ യു ആർ മൈ ബാറ്റിൽ ആക്സ് ആൻഡ് വെപ്പൺ ഓഫ് മൈ വാർ. ഇന്ന് രാത്രി ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നീ പോയി യുദ്ധം ചെയ്യാൻ പറയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ആത്മീക യുദ്ധത്തിൽ നീ ചെറുവരൽ അനക്കണ്ട. പകരം ദൈവത്തിന്റെ വലം കൈക്കകത്തിരുന്നാൽ you are the battle axe. മലയാളം മാത്രം ഇട്ടോ വാക്യം കണ്ടോട്ടെ. നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധവുമാകുന്നു. അടുത്തത്, നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു വെൺമഴുവാകാൻ തുടങ്ങിയാൽ, ഒരു ബാറ്റിൽ ആക്സ് ആകാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയോ രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യാം. ആ വാക്യത്തിൽ നീ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്ന് പറഞ്ഞൊന്ന് വായിക്കാമോ? ദൈവം എന്നെ ഒരു വെൺമഴുവാക്കാം. ദൈവം എന്നെ തന്റെ യുദ്ധത്തിന്റെ ആയുധമാക്കാം. ദൈവം എന്നെ കൊണ്ട് പറഞ്ഞേ ദൈവം എന്നെ കൊണ്ട് ജാതികളെ തകർക്കാം. ദൈവം എന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കാം. ഇനി 21 വാക്യം ദൈവം എന്നെ കൊണ്ട് കുതിരയെയോ അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കാം. യെസ്, ആമേൻ. അക്ഷരീകമായി തന്നെ ഞാൻ ആ വിഷയത്തെ പറയുന്നു. കുതിരപ്പുറത്ത് കുന്തം പിടിച്ച് ആമേൻ ഇരിക്കുന്ന ചില അന്ധകാര ശക്തികളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന്. നിന്നെ കൊണ്ട് കുതിരയെയോ അതിന്റെ പുറത്ത് കയറിയവനെയും തകർക്കാം. അടുത്തത്, നിന്നെ കൊണ്ട് രഥത്തെയോ അതിലിരിക്കുന്നവനെയും തകർക്കാം. നിങ്ങളൊരു യുദ്ധത്തിലേക്കാണ് വന്നിരിക്കുന്നത്. യുദ്ധത്തിൽ ഒരു കുതിരയും അതിൻമുകളിൽ ഇരിക്കുന്നവനാ. ആരാണ് യുദ്ധത്തിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനെന്നറിയാമോ? അവൻ സേനാപതിയാണ്. പക്ഷേ രഥത്തിലിരിക്കുന്നത് ആരാണെന്നറിയാമോ? രാജാവാണ്. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ കരങ്ങളിലെടുത്താൽ നിന്നെ കൊണ്ട് ഞാൻ രാജാവിനെയോ ആ രാജ്യത്തിന്റെ ക്യാപ്റ്റനെയും വെട്ടിയെറിയുമെന്ന്. ഇനി 23 വാക്യത്തിലേക്ക് വന്നേ. 23 വാക്യത്തിന്റെ അവസാന ഭാഗം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്നെ കൊണ്ട് ഞാൻ ദേശാധിപതികളെയോ നിന്നെ കൊണ്ട് സ്ഥാനാപതികളെയും തകർക്കാം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല? ഇൻ ദ സ്പിരിച്വൽ വാർഫെയർ ഞാൻ ഒന്നും യുദ്ധം ചെയ്യത്തില്ല. പകരം ഞാൻ ദൈവത്തിന്റെ ഒരു ആയുധമായി മാറ്റപ്പെടാം. അവൻ എന്നെ കൊണ്ട് ജാതികളെയോ രാജ്യങ്ങളെയും തകർക്കാം. അവൻ എന്നെ കൊണ്ട് കുതിരയെയോ അതിന്മേൽ കയറിയവനെയോ രഥത്തെയും അതിനകത്തിരിക്കുന്നവനെയും നശിപ്പിക്കാം. തീർന്നില്ല, അവൻ എന്നെ കൊണ്ട് സ്ഥാനാപതികളെയോ ദേശാധിപതികളെയും തകർക്കാം. ഇന്ന് ഇന്ന് രാത്രി നീ ദൈവത്തിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്നവനല്ല, പകരം ദൈവം നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണ്. അബീഗയിൽ ദാവീദിന്റെ അടുക്കൽ പറഞ്ഞു, യജമാനനെ, നീ ദൈവത്തിന്റെ യുദ്ധങ്ങളെ അല്ലയോ നടത്തുന്നത്? പഴയ നിയമത്തിൽ അവൻ ദൈവത്തിന്റെ യുദ്ധങ്ങളെ നടത്തും. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യണ്ട. പകരം ദൈവം നമ്മെ എടുത്ത് തന്റെ യുദ്ധത്തിൽ
ഒരായുധമാക്കി മാറ്റും. അതാണ് റോമാലേഖനം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. റോമർ 15:18 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു ഞാൻ മുഖാന്തരം. ആമേൻ. ആ വാക്യത്തിന്റെ ആദ്യത്തെ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ക്രിസ്തു ഞാൻ മുഖാന്തരം. താഴേക്ക് കടന്ന് ഈ വാക്കൊന്ന് വായിച്ചേ, പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ബാക്കി നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. അതിനകത്ത് വചനമുണ്ട്, അതിനകത്ത് അടയാളമുണ്ട്, അതിനകത്ത് അത്ഭുതമുണ്ട്, അതിനകത്ത് ശക്തിയുണ്ട്, അതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. അതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചോ? നീ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുമോ? ക്രിസ്തു നീ മുഖാന്തരം പ്രവർത്തിക്കുമോ? ഇന്ന് രാത്രി നീ ഡിസിഷൻ എടുത്തോ. നീ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുമോ അതോ ക്രിസ്തു നീ മുഖാന്തരം പ്രവർത്തിക്കുമോ? നീ ഒരു വെൺമഴുവായി ദൈവകരത്തിലിരിക്കും. ആമേൻ. നീ ഒരു വെൺമഴുവായി ദൈവകരത്തിലിരിക്കും. ഇന്നലകളിൽ നിന്നെ ഉലയിലിട്ട് ചുട്ടുപഴിപ്പിച്ച് അടിച്ചത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായോ? നീ ഒരു വെൺമഴുവ. തമ്പുരാൻ ഇറങ്ങി നിൽക്കും യുദ്ധത്തിൽ. ദൈവം ഇറങ്ങി നിൽക്കും യുദ്ധത്തിൽ. മീഖായേലും ഗബ്രിയേലും സ്വർഗത്തിലെ സകല സൈന്യവും ദൈവത്തിന്റെ പുറകിൽ നിൽക്കും. ദൈവം തന്റെ അരയിൽ കിടക്കുന്ന ഒരു വാളല്ല നിന്റെ അവൻ വലങ്കയിൽ എടുത്തിട്ട് നീ എന്റെ വെൺമഴുവാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദൈവം നിന്നെ കൊണ്ട് രാജാക്കന്മാരെയോ ദേശാധിപതികളെയും സ്ഥാനാപതികളെയോ അവൻ തകർത്തെറിയുന്നത് ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിലെ വെളിപ്പാടിനെ കാണുന്നു? എത്ര പേർ ആത്മാവിലെ വെളിപ്പാടിനെ കാണുന്നു? ക്രിസ്തു ഞാൻ മുഖാന്തര. കണ്ണുകളെ അടച്ചൊരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ലാസ്പര പ്രഭാഷ്യ പ്രവർത്താനി